സർക്കാർ പ്രൈവറ്റ് ബസ്സിനെ ഏതാണ്ട് ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് 7500 പിഴയും ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന KSRTCക്ക് പിഴയില്ലാത്തൊരവസ്ഥയും. KSRTC എന്ത് ചെയ്താലും കുറ്റങ്ങളില്ല. അടുത്ത മന്ത്രി വന്നപ്പോൾ പറയുന്നത് അടുത്ത ക്യാമറ പിടിപ്പിക്കണം. അപ്പോൾ ഈ പഴയ ക്യാമറ നമ്മൾ പിടിപ്പിച്ചതിൻ്റെ ക്യാഷ് ആര് തരും? ആവശ്യമുള്ളതിനെല്ലാത്തിനൊക്കെ പെറ്റിയടിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് നിരന്തരമായി ഉപദ്രവിക്കുന്നു എന്ന പരാതിയുമായി സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ വലിയ തുകകൾ നിരന്തരമായി പിഴകൾ ചുമത്തുന്നു എന്നുള്ളതാണ് ആരോപണം. ഒരു തരത്തിലും സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് എന്നും ബസ് ഉടമകൾ പറയുന്നു. കോട്ടയം പൊൻകുന്നത്തെ സ്വകാര്യ ബസ് ഉടമയായിട്ടുള്ള ജോർജ് ജോസഫ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാൻ നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്നും കള്ളപ്പണം പഠിപ്പിക്കാനോ അല്ലെ ബിസിനസ്സിൽ ബാക്കി വരുന്ന പൈസയായിട്ട് രസത്തിന് ഓടിക്കുന്നതൊന്നുമല്ല. ഇതിനോടുള്ള ക്രേസ് കൊണ്ട് വണ്ടി കഴുകി കിളിയായിട്ട് തുടങ്ങി കണ്ടക്ടറായിട്ട് ഡ്രൈവറായിട്ട് വന്നിട്ട് പിന്നെ ഓണറായ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇതിനകത്തെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിയമ സംവിധാനം വെച്ചിട്ട് ഇത് ഒരു തരത്തിലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MVD അകാരണമായിട്ട് അമിതമായ പിഴകളാണ് നമുക്ക് ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. 7500 10,000. അപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞായിരുന്നു, അത് KSRTC ലാഭത്തിലാക്കാൻ രാവിലെയും വൈകിട്ട് ഒഴിച്ച് ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ആളില്ലാത്ത റൂട്ടുകളിൽ സർവീസ് നടത്തത്തില്ല, അങ്ങനെ ഈ പ്രസ്ഥാനം ലാഭത്തിലാക്കുമെന്ന്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അത് തന്നെയാണ്, അതേ തെറ്റ് തന്നെ ഞാനും ചെയ്തുള്ളൂ. അപ്പോൾ എനിക്ക് 7500 പിഴയും ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന KSRTCക്ക് പിഴയില്ലാത്തൊരവസ്ഥയും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പോട്ട് പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ KSRTC എന്ത് ചെയ്താലും കുറ്റങ്ങളില്ല. അതായത് സർക്കാർ പ്രൈവറ്റ് ബസ്സിനെ ഏതാണ്ട് ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് കാണുന്നത്. നമ്മളൊക്കെ ഏതാണ്ട് രണ്ടാംകിട തൊഴിലാളികളാണെന്നോ, നമ്മളിത്രയും ടാക്സും കൊടുത്ത് 3 മാസം കൂടുമ്പോൾ 25,000 27,000 ടാക്സും കൊടുത്ത് 3 മാസം കൂടുമ്പോൾ ക്ഷേമനിധി അടച്ച് വർഷത്തിലുള്ള 80,000 85,000 ഇൻഷുറൻസും എടുത്ത് ഒരു വർഷത്തിൽ ഏകദേശം 60,000 70,000 80,000 രൂപ മുടക്കി വണ്ടിക്ക് CF എടുക്കും. പിന്നെ 25,000 രൂപ മുടക്കി ക്യാമറ വെക്കണം, 5,000 രൂപ മുടക്കി GPS വെക്കണം, 5,000 രൂപ മുടക്കി സ്പീഡ് ഗവർണർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തന ചെലവ് കൊണ്ട് വരുമ്പോഴത്തേനും നമുക്ക് പ്രസ്ഥാനം ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. ആന്റണി രാജു സാറ് ഗതാഗത മന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ക്യാമറ പ്രൈവറ്റ് ബസ്സുകളിൽ പിടിപ്പിക്കണം എന്നുള്ളൊരു നിയമം വന്നത്. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും 10,000-15,000 രൂപ മുടക്കി ഒരുമാതിരിപ്പെട്ടവരെല്ലാം ക്യാമറകൾ പിടിപ്പിച്ചപ്പോൾ അന്നത്തെ ഇതിൽ പറഞ്ഞിരുന്നത് പകുതി പൈസ സർക്കാർ വഹിക്കും, പകുതി നമ്മളോടും വഹിക്കാനാണ് പറഞ്ഞത്. അന്നത്തെ സമയത്ത് ആർക്കും ഈ ബില്ല് കൊടുത്ത് ആർക്കും പൈസ കിട്ടിയതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല, ഞങ്ങളുടെ ആരുടെ അറിവിലുമില്ല. പിന്നെ അടുത്ത ഗതാഗത വകുപ്പ് മന്ത്രി വന്നപ്പോൾ ഈ നിയമങ്ങൾ വീണ്ടും മാറി. ഇപ്പോൾ നമ്മുടെ മന്ത്രി പറയുന്നത് ക്യാമറ പോരാ, വണ്ടിയിൽ തന്നെ വിഷ്വൽ കിട്ടുന്ന ഡിസ്പ്ലേ പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പിടിപ്പിച്ച ക്യാമറകൾ പിടിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ല, ഏകദേശം 10,000-15,000 രൂപ നമുക്ക് ചിലവായതാണ്. ആ പൈസ ഇപ്പം നമുക്കെല്ലാം നഷ്ടത്തിലാണ്. ആ പൈസ ആർക്ക് തിരിച്ചും കിട്ടിയിട്ടില്ല, ആ പൈസ എല്ലാവരുടെയും പോവുകയും ചെയ്തു. അടുത്ത മന്ത്രി വന്നപ്പോൾ പറയുന്നത് അടുത്ത ക്യാമറ പിടിപ്പിക്കണം. അടുത്ത ക്യാമറയ്ക്ക് പിടിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ 15,000-20,000 രൂപ മുടക്കണം. അപ്പോൾ ഈ പഴയ ക്യാമറ നമ്മൾ പിടിപ്പിച്ചതിൻ്റെ ക്യാഷ് ആര് തരും? ഇതെല്ലാം ബസ്സുകാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയമം കരിനിയമങ്ങളായിട്ട് വരികയാണ്. പുതിയ ഓർഡറിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബസ്സിൽ 4 ക്യാമറകൾ പിടിപ്പിക്കണമെന്നും ക്യാമറയിൽ കാണുന്ന വിഷ്വൽസ് മോണിറ്ററിൽ കൂടി ബസ്സിനകത്ത് തന്നെ കാണണമെന്നാണ് ഇപ്പോഴത്തെ പുതിയ നിയമത്തിൽ പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പുതിയൊരു ക്യാമറ നമ്മൾ പിടിപ്പിക്കണമെങ്കിൽ പഴയതെല്ലാം അഴിച്ച് കളയുകയും ചെയ്യണം. പഴയ സിസ്റ്റം ഒന്നും ഇതിന് കൊള്ളത്തുമില്ല. ആ 15,000 നമ്മുടെ വെള്ളത്തിൽ പോവുകയും ചെയ്യും. പുതിയതായിട്ട് 20,000-ഓളം രൂപ നമ്മൾ മുടക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വിഷ്വൽസ് വെക്കുമ്പോൾ ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതം എന്ന് പറയുന്നത്, ഈ വിഷ്വൽസിൽ കൂടി പല കാര്യങ്ങളും നമ്മൾ കാണും. ഈ ഡ്രൈവർമാരുടെ ശ്രദ്ധ അതിലേക്ക് മാറി ഈ വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? മന്ത്രി, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറയുമോ, അതോ ഇത് വെക്കാൻ നിർബന്ധിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുമോ, അതോ ഈ വണ്ടിയുടെ ഉടമസ്ഥൻ പറയുമോ? ആര് പറയേണ്ടി വരും? അതായത് ഈ TV പോലുള്ള ഈ മോണിറ്റർ ഇതിൻ്റെ ഫ്രണ്ടിൽ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഡ്രൈവറുടെ ശ്രദ്ധ ഓട്ടോമാറ്റിക്കലി പോകും. അപ്പോൾ ഒരു അപകടം സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയും? അതുപോലെ തന്നെ നമ്മൾ ബസ് ഉടമകൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് STയുടെ. വർഷങ്ങളായിട്ട് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ്. ആന്റണി രാജു മന്ത്രിയായിരുന്ന സമയത്ത് ഈ STയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ വെക്കുകയും കമ്മീഷൻ അത് കൂട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ റിപ്പോർട്ട് മന്ത്രിയുടെ മേശപ്പുറത്ത് ഇരിക്കെ തന്നെ അടുത്ത കമ്മീഷനെ വീണ്ടും വെച്ചു. രണ്ടാമത്തെ വെച്ച കമ്മീഷനും കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇത് മന്ത്രിയുടെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. ഇത് കൂട്ടാൻ സർക്കാർ തയ്യാറാകത്തുമില്ല. ST കൂട്ടാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങളും മുടക്കിയിട്ട് കമ്മീഷനെ വെച്ചിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചേക്കുന്നു? നമുക്കത്രേ ചോദിക്കാവുള്ളൂ. നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന നിസ്സാരമായ കാര്യങ്ങൾ പോലും സർക്കാർ നമുക്ക് ചെയ്തു തരുന്നില്ല. അതിന് പകരമായിട്ട് 20,000-30,000 വിലയുള്ള ക്യാമറകളും ഡിസ്പ്ലേകളും അതുപോലെ മറ്റു കാര്യങ്ങളും ഇപ്പം നമ്മളെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിന് ബോഡി കോഡ് കൊടുക്കുന്നു. ഈ കേരളത്തിൽ മാത്രമേ നമ്മൾ ഈ ബോഡി കോഡ് കാണുന്നുള്ളൂ. ബാക്കി ഒരു സംസ്ഥാനത്തൂടെ പോകുമ്പോഴും ബോഡി കോഡും ഇല്ല, പ്രശ്നങ്ങളുമില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്റ്റാൻഡുകളിൽ കയറി MVDയുടെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം എല്ലാ വണ്ടികളും പരിശോധന നടത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആവശ്യമുള്ളതിന് എല്ലാത്തിനൊക്കെ പെറ്റിയടിക്കുകയാണ്.
പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ റോഡിലെ ഗതാഗതക്കുരുക്ക് നമുക്ക് മന്ത്രിക്കും ബാക്കി നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടി തിരക്കല്ല റോഡുകളിലുള്ളത്. ഈ തിരക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ബസ്സുമായിട്ട് ഒരു സ്റ്റാൻഡിൽ 2 മിനിറ്റ് അഡ്വാൻസ് ഓടി കയറി ചെല്ലുമ്പോൾ ഇവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓവർ സ്പീഡായിരുന്നു എന്നും പറഞ്ഞിട്ട് നമ്മളെ ഇവർ 7,500 രൂപ പെറ്റി അടിക്കും. ഇനി അതല്ല, ബ്ലോക്ക് കാരണം നമ്മളൊരു വണ്ടിയുടെ പുറകിൽ നിന്ന് നമ്മൾ നിയമങ്ങളെല്ലാം പാലിച്ച് ഒരു 2-3 മിനിറ്റ് താമസിച്ച് കയറി വന്നാൽ ഇവർ പറയും വേറെ പെർമിറ്റ് വയലേഷൻ, അതായത് നിങ്ങൾ സമയക്ലിപ്ത പാലിച്ചില്ല എന്നും പറഞ്ഞിട്ട് അതിനും പറ്റി. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ സർവീസിന് മുമ്പോട്ട് നടത്തും? ഇപ്പോൾ മന്ത്രിയോട് എനിക്ക് പറയാനുള്ള, ഈ പ്രസ്ഥാനം സ്വന്തമായിട്ട് നമ്മൾ പണിയെടുത്തിട്ട് പോലും നമുക്ക് ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതായത് ഇതിൻ്റെ ടാക്സ് കാര്യങ്ങൾ, അപ്പം മന്ത്രി പറയും കഴിഞ്ഞ ബഡ്ജറ്റ് ടാക്സ് കുറച്ചെന്ന് പറയും. അതൊക്കെ ഞങ്ങൾക്ക് വളരെ ആശ്വാസകരമായിരുന്നു. പക്ഷെങ്കിൽ അതിലും വലിയ ഭീമകരമായ കാര്യങ്ങളാണ്. നമുക്ക് ഒരു കാരണവശാലും ഈ പ്രസ്ഥാനം കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നേക്കുന്നത്. നിയമലംഘനങ്ങൾക്ക് പറ്റിയടിച്ചു, പക്ഷേ നമ്മൾ ഈ 7,500-ഉം 10,000-ഉം ഒക്കെ അടിച്ച് നമ്മളെ ഉപദ്രവിക്കുന്ന ആ ഒരു രീതിയിലൊരു മാറ്റം വരുവാണെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ആൾക്കാർക്ക് ഈ പ്രസ്ഥാനം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെല്ലാം ഈ പ്രസ്ഥാനം 1-2 വർഷം കഴിയുമ്പോൾ എല്ലാവരും വെച്ചൊഴിഞ്ഞ് ഓരോ പരിപാടിയിലേക്ക് പോകേണ്ടി വരും. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സർക്കാരും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ലഭിക്കുന്ന അതേ സുരക്ഷ KSRTCയിലെ യാത്രക്കാർക്കും ലഭിക്കണ്ടേ? നിയമങ്ങൾ എല്ലാവർക്കും തുല്യമല്ലേ എന്നുള്ളതാണ് സ്വകാര്യ ബസ്സുടമകൾ ചോദിക്കുന്നത്. ആ ചോദ്യം തികച്ചും ന്യായവുമാണ്. കോട്ടയം പൊൻകുന്നത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.